بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. എല്ലാ മതത്തിലും ആരാധനാ സങ്കല്പങ്ങൾ ഉണ്ട്. ആരാധനയെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഓരോ മതവും ആ മതത്തിന്റെ നിയമത്തിൽ നിന്നുകൊണ്ട് വിഭാവനം ചെയ്യുന്നുണ്ട്. എന്നാൽ പരിപൂർണത അവകാശപ്പെടാൻ പറ്റുന്ന യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ പരിപൂർണത അവകാശപ്പെടാൻ പറ്റുന്ന ആരാധനാ സങ്കല്പം ഇസ്ലാമിൻ്റെത് മാത്രമാണ്. അത് ലോകം അംഗീകരിച്ച കാര്യമാണ്. ആ ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മതത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു ആരാധനയാണ്, അതായത് ഇബാദത്താണ് ദുആ ചെയ്യുക എന്നത്. ദുആ ചെയ്യുക യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ സർവശക്തനായ തമ്പുരാനെ നമ്മൾ ഉപയോഗപ്പെടുത്താണ്. നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആ പ്രവർത്തനം തന്നെ അവന് ഒരു ആരാധനയായി മാറുകയാണ്. അതിന്റെ വിശദ വിവരങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ചർച്ച പോകുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ബർക്കത്ത് നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ദീൻ ദുആ ചെയ്യലിന്, അതായത് പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. നമ്മൾ ദിവസവും അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുന്നവരല്ലേ? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എന്തൊക്കെയാ? നിസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, സ്വതക്ക ചെയ്യല്, ഇതൊക്കെയാണ് ഒരു ഇബാദത്തിന്റെ മുഖത്തോടുകൂടെ നമ്മൾ വിലയിരുത്താറുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് അള്ളാഹുവോട് ചോദിക്കുന്നത് ഒരു ഇബാദത്താണ്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഒരു ഇബാദത്തിന്റെ സങ്കല്പം നമ്മുടെ മനസ്സിൽ പൂർണ്ണമാകുന്ന പോലെ തന്നെ നമ്മുടേതായ ദുന്യവിയും ഉഖറവിയുമായ ആവശ്യം റബ്ബിനോട് അങ്ങോട്ട് പറഞ്ഞ് അത് നേടിയെടുക്കലും ഇതുപോലത്തെ തന്നെ ഒരു ഇബാദത്താണ്. ഈ ഒരു ഭാവന പലപ്പോഴും ആരുടെയും മനസ്സിൽ പെട്ടെന്നങ്ങ് വരാറില്ല. അതിനർത്ഥം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മുടെ ആവശ്യം നേടാൻ വേണ്ടി അള്ളാഹുവോട് നമ്മൾ മെനക്കെട്ടിരുന്ന് ചോദിക്കുക എന്നതിന് അള്ളാഹു കൂലി നൽകുന്നു. അപ്പൊ നമ്മുടെ ആവശ്യം നടന്നാലും നമുക്ക് ഇങ്ങനെ ചോദിക്കുക വഴി കൂലി വേറെ കിട്ടുന്നുണ്ട്. ആവശ്യം നടന്നില്ലെങ്കിലും ഇങ്ങനെ ചോദിക്കുക വഴി റബ്ബിനോട് ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ കൂലി കിട്ടുന്നുണ്ട്. അത് ഇബാദത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് സ്വന്തം ഇരുന്ന് ദുആ ചെയ്യുക എന്നത്. സ്വന്തം ഇരുന്ന് ദുആ ചെയ്യുക എന്നുള്ളത് കൂട്ടമായിരുന്ന് ദുആ ചെയ്യലിന്റെ വിരോധത്തിൽ പറഞ്ഞതല്ല. കൂട്ടമായാണെങ്കിലും സ്വന്തമായാണെങ്കിലും ദുആ കുറഞ്ഞുകൊണ്ടിരിക്കാം. മണിക്കൂറുകളോളം ദുആ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഇന്നലകളിലെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ഉണ്ട്. മണിക്കൂറുകളോളം ദുആ ചെയ്യും. ഇന്നോ സാധാരണ പള്ളിയിലെ ഉസ്താദെങ്ങാനും ഒരല്പം നീണ്ടുപോയാൽ സെക്രട്ടറി കണ്ണൂരുട്ടി കാണിക്കും. അത്രയും വേണ്ടായിരുന്നു എന്ന് പറയും. ചുരുക്കി എവിടം വരെ ചുരുക്കി? ഇനി എന്താ ചുരുക്കാനുള്ളത്? ഒക്കെ ചുരുങ്ങിയോടുത്ത് മനുഷ്യന്റെ ആയുസ്സും ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ദുആ ചെയ്യാം. നമ്മളൊരു ദിവസം എത്ര ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നു? എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നു? എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നു? ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ആവശ്യാനുസരണവും ആവശ്യത്തിലധികവും ഒക്കെ ചെയ്യാറുള്ളതാണ്. പല പ്രാവശ്യം വെള്ളം കുടിക്കുന്നവരുണ്ടാകും, പല പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന പോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും ഉണ്ട്. അത് നടക്കാൻ വേണ്ടി നമ്മൾ എത്ര പ്രാവശ്യം ദുആ ചെയ്തിട്ടുണ്ട്? എത്രയോ പ്രാവശ്യം നമ്മൾ ദുആ ചെയ്യണം. നിസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധാക്കി. നിസ്കാരത്തിന്റെ പേര് അറബിയിൽ അസ്വലാത്തു എന്ന് പറയാം. അസ്വലാത്തു ഖൈറു മിനൻ നൗം, നിസ്കാരം ഉറക്കത്തേക്കാൾ. അപ്പൊ നിസ്കാരം എന്നതിനുള്ള പ്രയോഗം സ്വലാത്ത് എന്നാണ്.
അതെല്ലാവർക്കും വളരെ സുപരിചിതമായ പ്രയോഗമാണ്. നിസ്കാരത്തെ പരിചയപ്പെടുത്തുന്ന അറബി പ്രയോഗം സ്വലാ, നിസ്കാരം. ആ സ്വലാത്ത് എന്ന വാക്കിന്റെ നേരെ അറബി അർത്ഥം അദ്ദുആ എന്നാണ്. ദുആ എന്നാണ് സ്വലാത്തിന്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു നമുക്ക് നിസ്കാരം നിർബന്ധാക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു നമുക്ക് ദുആ നിർബന്ധാക്കി. അത് ദുആഇന്റെ വേറൊരു രൂപമാണ്. യഥാർത്ഥത്തിൽ നിസ്കാരത്തിലൂടെ നമ്മുടെ ആവശ്യം നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത്. എന്താ കാരണം? നിസ്കാരത്തിൽ ഒഴിവാകാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന 17 പ്രാവശ്യവും ഫർളാണ് നമുക്ക്, 17 റക്അത്തിലും. ആ പ്രാർത്ഥനയാണ് നമ്മുടെ ആവശ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വേറെയും പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ, അങ്ങനെ തുടങ്ങുന്ന ആ പ്രാർത്ഥനയും പ്രാർത്ഥനയാണ്. അപ്പൊ അള്ളാഹുവോട് ചോദിച്ച് അവനിൽ നിന്നും നേടിയെടുക്കുക എന്ന പ്രവൃത്തിക്ക് അള്ളാഹു കൂലി നൽകുന്നു എന്ന ആരാധനാ സങ്കല്പമാണ് ഇവിടെ ദുആഇന്റെ പഠനത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോട് ചോദിക്കുന്നു നമ്മുടെ കാര്യം, അത് നേടുന്നു. ഇനി നേടിയാലും നേടിയില്ലെങ്കിലും ഈ ചോദിക്കുക എന്ന പ്രവർത്തനത്തിന് ആരാധനാബോധം കൊടുക്കുന്നത്, അങ്ങനെ ഉണ്ടാവേണ്ടത് ഇസ്ലാമിന്റെ ആരാധനാ സങ്കല്പങ്ങളിലെ വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. മറ്റു പല ആരാധന രീതികളിലും മറ്റു പല മതങ്ങളുടെയും ആരാധന പഠനങ്ങളിലുമൊക്കെ അവർക്ക് പ്രാർത്ഥനയും ആരാധനയും രണ്ടും രണ്ടായിട്ടാണ് പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമാക്കി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ ധാരാളം എത്ര കൂടുതൽ ചെയ്താലും ഏതൊക്കെ സമയത്ത് ചെയ്താലും അള്ളാഹു വലിയ പരിഗണന കൊടുക്കുന്ന ഒരു അമലാണ് ദുആ. ജീവിതത്തിൽ ശീലമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടോളൂ, ഞാനൊരു ഹദീസ് പറയാം. വളരെ സുപരിചിതമായ ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم ما من مسلم يدعو بدعاء إلا استجيب له. ഒരാൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രതികരണം ഉറപ്പാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആക്ക് പ്രതികരണം ഉണ്ട്, അത് ശൂന്യമായി പോവല്ല, അതിനൊരു പ്രതികരണം കിട്ടും. ഒരു പക്ഷെ അതിന്റെ പ്രതികരണം ദുനിയാവിൽ തന്നെ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയം പെട്ടെന്ന് നടത്തി കൊടുക്കലാണ് അതിന്റെ പ്രതികരണം ആയി സംഭവിക്കുക. അല്ലെങ്കിൽ ആ ദുആഇന് പ്രതികരണം ഉണ്ടാവും, പക്ഷെ അത് ആഖിറത്തിലായിരിക്കും കിട്ടാ, ഒരു അമല് എന്ന രീതിയിൽ അവിടെ കിട്ടാം. അല്ലെങ്കിൽ ഇവന്റെ പാപങ്ങൾ പൊറുക്ക എന്നത് ചോദിച്ച കാര്യത്തെ അവിടെ പരിഗണിച്ചിട്ടുണ്ട്, പക്ഷെ ആ കാര്യം നടത്തി കൊടുക്കല്ല ചെയ്യാ. അതിലും ഗൗരവമായത് അവൻ ചെയ്ത പാപങ്ങൾ പൊറുക്കല. അത് പൊറുക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ഈ ദുആഇന്റെ പ്രതികരണമായി ഉണ്ടാവുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാണോ ബിഖദ്രി മാ ദഅ, എത്രയാണോ അവൻ ദുആ ചെയ്തത് ആ അളവനുസരിച്ച് അവന്റെ പാപം പൊറുക്കും. അതായിരിക്കാം ഒരു പക്ഷേ ദുആഇന്റെ പ്രതികരണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നിബന്ധന രണ്ടുണ്ട്. ദുആ ചെയ്യുന്നത് കുടുംബബന്ധം മുറിക്കുന്ന കാര്യത്തെ കുറിച്ചാവരുത്. രണ്ടാമത്തെ നിബന്ധന ദുആ ചെയ്യുന്നത് പാപകരമായ കാര്യത്തിന് വേണ്ടിയിട്ടുമാവരുത്. അപ്പൊ ദുആ ചെയ്യുന്നുണ്ടോ പ്രതികരണം ഉറപ്പാണ്. അള്ളാഹു നമ്മളെയൊക്കെ പരിഗണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ റബ്ബിനോട് എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരൊക്കെയോ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഈ ഭൂമിയിൽ അവന്റെ സൃഷ്ടികളിൽ സൃഷ്ടാവായ തമ്പുരാൻ ദുആ എന്ന് പറയുന്ന ഒരു സിലബസ് ഉണ്ടാക്കി വച്ചില്ലായിരുന്നുവെങ്കിൽ ആരും അള്ളാഹു പരിഗണിക്കില്ല. ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. സൂറത്തുൽ ഫുർഖാൻ. നിങ്ങളെ അള്ളാഹു വല്ല വിലയും വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അള്ളാഹു വല്ല നിലവാരത്തിലും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നും ഉതിർന്നു വീഴുന്ന പ്രാർത്ഥന വചനങ്ങളെ പരിഗണിച്ചത് കൊണ്ട് മാത്രമാണെന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് അവനിൽ എല്ലാം ഏൽപ്പിക്കാനുള്ള ബോധവും റബ്ബിനെ തിരിച്ചറിയാനുള്ള മനസ്സും തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദുആ അള്ളാഹു നമ്മെ പരിഗണിക്കാനുള്ള ഒരു മാനദണ്ഡമാക്കിയിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇനി കേട്ടോളൂ, ഉത്തരമില്ലാത്ത അവസ്ഥ പലപ്പോഴും പലർക്കും നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദുആ ചെയ്യുമ്പോൾ ഉത്തരമില്ല, വലിയ വിഷമാണ് എല്ലാവർക്കും.
വിഷമമുണ്ടാവും. ദുആ ചെയ്തിട്ട് ഉത്തരവില്ല എന്നുള്ള എത്ര ചോദിച്ചു ഞാൻ, എത്ര കാലം ചോദിച്ചു, എത്രയോ പ്രാവശ്യം ചോദിച്ചു, എത്രയോ വർഷം ഞാൻ ചോദിച്ചു, എത്ര സദസ്സുകളിൽ ഞാൻ അതിനു വേണ്ടി മെനക്കെട്ടിരുന്നു, പക്ഷെ ഉത്തരവില്ല. ഇനി കേട്ടോളൂ, അതിന്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് മഹാന്മാർ പറയുന്നത് കാണാം. യസീദുർ റുഖാശി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മഹാനവരുകൾ പറയുന്നു, പല സൂഫിയാക്കളും പറയുന്നു, ഇദാ കാന യൗമുൽ ഖിയാമത്തി അറളല്ലാഹു കുല്ല ദഅവത്തിൻ ദഅ ബിഹൽ അബ്ദു ഫിദ്ദുനിയാ ഫലം യുജബ് ബിഹാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചിട്ട് ഈ ഭൂമിയിൽ വെച്ച് അടിമ ചെയ്ത എല്ലാ ദുആയും അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തും. പ്രത്യേകിച്ച് ഉത്തരം കിട്ടിയില്ല എന്ന് പറയപ്പെടുന്ന ദുആ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തും. ആ സമയത്ത് അള്ളാഹു ഉത്തരം കൊടുക്കാതെ പോയി എന്ന് പറയപ്പെടുന്ന ദുആ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. 50 പ്രാവശ്യം ചോദിച്ചപ്പോഴായിരിക്കും ഒരു പ്രാവശ്യം അള്ളാഹു പരിഗണിച്ചത്. ആ കാര്യം നടന്നു. 50 ചോദിച്ചിട്ടാണെങ്കിലും 49 അള്ളാഹു അവിടെ കാണിക്കും. ഉത്തരം കിട്ടാതിരുന്ന 49 വേസ്റ്റ് അല്ല. എന്നിട്ടോ അള്ളാഹു നാളെ ആ ദുആ, ഏത് ദുആ, ഉത്തരം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുന്ന ദുആകളൊക്കെ അള്ളാഹു നാളെ അവിടെ കാണിക്കും. എന്നിട്ടോ അള്ളാഹു ആ മനുഷ്യനോട് പറയും, അബ്ദീ, എന്റെ പ്രിയപ്പെട്ട അടിമേ, ദഅൗതനി യൗമകദ, ഇന്നാലിന്ന ദിവസം നീ എന്നെ വിളിച്ച് ദുആ ചെയ്തതുണ്ടല്ലോ, ഫംസക്തു അലൈക ദഅവതക, അന്ന് ദുആ ചെയ്തതിന് ഞാൻ ഉത്തരം ചെയ്തില്ല, ഞാൻ അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഫഹാദ സവാബു മകാന ദാലിക ദുആ, അതുകൊണ്ട് ഈ കൂലി നിനക്കിരിക്കട്ടെ, ഈ പ്രതിഫലം നിനക്കുള്ളതാ ആ ദുആഇന്റെ പകരത്തിൽ എന്ന് അള്ളാഹുവിന്റെ മറുപടി ഉണ്ടാകും. അപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്തതിനൊന്നും ഉത്തരം കിട്ടാതെ പോയ അവസ്ഥക്കൊക്കെ കൂലി കൊടുത്തുകൊണ്ടിരിക്കുക. ഫലാ യസാലുൽ അബ്ദു യുഅതാ മിനസ് സവാബി, ഒരുപാട് കൂലി കിട്ടും. കാരണം അവൻ ഒരുപാട് ദുആ ഉത്തരവില്ലാതെ പോയ അവസ്ഥയുണ്ട്. ഒരുപാട് കൂലി കിട്ടി കഴിയുമ്പോൾ അവന് എത്രത്തോളം അവൻ ആഗ്രഹിച്ചു പോകും. അന്നഹു ലം യകുൻ അജാബഹു ഫിദ്ദുനിയാ ദഅവതൻ ഖത്തു, ദുനിയാവിൽ താൻ ചെയ്ത ദുആക്കൊന്നും ഉത്തരം കിട്ടാതിരുന്നുവെങ്കിൽ ഇപ്പോൾ എനിക്ക് കൂലിയായത് കിട്ടുമായിരുന്നല്ലോ എന്ന ഒരു ആഗ്രഹം ആഖിറത്തിൽ വെച്ച് ദുആ സ്വീകരിക്കാതെ പോയ, അന്ന് സ്വീകരിക്കാതെ പോയ ആ മനുഷ്യന് തോന്നുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരിക്കലും പാടില്ല, ദുആ ചെയ്തുകൊണ്ടിരിക്കലും ഇബാദത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഹദീസ്, അദ്ദുആ ഹുവൽ ഇബാദ, നമ്മൾ ചെയ്യുന്ന ദുആകളുണ്ടല്ലോ അത് തന്നെയാണ് ഇബാദത്ത്, അത് തന്നെയാണ് ഇബാദത്ത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിന്റെ 60-ാമത്തെ ആയത്തങ്ങ് ഓതി ഇതിനോട് ചേർത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വലിയ അർത്ഥവത്തായ ഒരു ആയത്താണ്. അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട് നിങ്ങളോട്, നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം നൽകും. ആ ഉത്തരം നൽകുന്ന റബ്ബിന്റെ പ്രതികരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദുആ ചെയ്തോളൂ, ഉത്തരമുണ്ട്. അത് പല നിലക്കാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന റസൂലുള്ളാഹി ആയത്തോതുകയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ദുആ എന്ന എന്റെ ഇബാദത്തിനെ ആരെങ്കിലും അവഗണിച്ച് തിരസ്കരിച്ച് ദുആ ചെയ്യാൻ മെനക്കെടാതെ ഒഴിഞ്ഞു മാറി നടന്നാൽ അവൻ നിസ്സാരനായ ഒരു പക്ഷെ നരകത്തിൽ വരെ എത്തിയേക്കാം എന്ന് ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ദുആ നമ്മെ നമ്മുടെ ആവശ്യം നടന്നാലും നടന്നില്ലെങ്കിലും റബ്ബിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ ദർറിൽ ഗിഫാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നന്മയോട് ചേർത്തുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിനൊരു പരിപൂർണത ഉണ്ട് അത്രേ. ഒരു നല്ല കാര്യം ചെയ്യാം, ഉദാഹരണം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നത് ഒരു ദിക്റാണ്, അതോടൊപ്പം തന്നെ അതൊരു ദുആയാണ്. എനിക്ക് റബ്ബേ നീ പുറത്തു തരണം എന്നാണ് അതിന്റെ അർത്ഥം. ആ ദുആനെ നമ്മളൊരു നന്മയോട് ചേർത്തു. എപ്പോഴാണത്? നിസ്കാരത്തിന്റെ ഉടനെ തന്നെ. അപ്പൊ ഒരു നന്മയോടൊരു ദുആ ചേർന്ന് വരാണെങ്കിൽ
ഒരു ഇബാദത്തിനോട് ഒരു ദുആ ചേർന്ന് വരാണെങ്കിൽ അതിന് ഉത്തരം പെട്ടെന്നാണ്. അല്ലെങ്കിൽ ഖുർആനിന്റെ പദഘടന തന്നെ ഇയ്യാക നഅ്ബുദു ഇബാദത്ത് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഇയ്യാക നസ്തഈനു സഹായം തേടുക, ദുആ ചെയ്യുക എന്ന അർത്ഥമുള്ള നസ്തഈൻ, നഅ്ബുദിന്റെ കൂടെ നസ്തഈൻ ഇങ്ങനെ ചേർന്ന് വന്നിരിക്കുക. ഇബാദത്തിനോട് ഒരു ഇസ്തിആനത്ത് അഥവാ ദുആ ചേരണം എന്ന ലക്ഷ്യം ഈ ആയത്തുകളിൽ ഉണ്ട് എന്ന് ഇമാം സാവിയെ പോലെയുള്ള പല മുഫസ്സിരീങ്ങളും സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. അപ്പൊ ഒരു ഇബാദത്തിനോട് ഒരു നന്മയോട് ദുആ ചേർന്ന് വരുമ്പോഴേ അതിനൊരു പരിപൂർണത ലഭിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മഹാനവറുകൾ പറയുന്നു യക്ഫി മിനദ് ദുആഇ മഅൽ ബിർരി മിസ്ലു മാ യക്ഫി മാ യക്ഫി തുആമ മിനൽ മിൽഹി മാ യക്ഫി തുആമ മിനൽ മിൽഹി. ഒരു ഭക്ഷണത്തിന് ഉപ്പിന്റെ സ്ഥാനം എങ്ങനെയാണോ, ഉപ്പുണ്ടെങ്കിലാണ് ഒരു ഭക്ഷണത്തിന്റെ പരിപൂർണത വരാ. സയ്യിദു ഇദാമിക്കുമുൽ മിൽഹ്, നിങ്ങൾ വെക്കുന്ന പാചകം ചെയ്യുന്ന കറി വിഭവങ്ങളുടെ നേതാവ് ഉപ്പ് തന്നെയാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് തന്നെയുണ്ട്. അപ്പോൾ ഒരു ഭക്ഷണ വിഭവത്തില് ഉപ്പിനുള്ള സ്ഥാനം എന്തോ അതാണ് ഒരു ദുആ ചെയ്യുന്നോടത്ത് നന്മ ചേരുക എന്നതിന്റെ സ്ഥാനമെന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരു നന്മ ചെയ്തിട്ട് ഒരു 10 ദിക്ർ ചൊല്ലിയിട്ട് ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക, അതിന് പെട്ടെന്ന് ഫലം കിട്ടും. എന്തായാലും അതിന് പവർ കൂടുതലായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യുന്ന മനുഷ്യൻ ദുആഇന്റെ നേരത്തെ റബ്ബിനോട് വിധേയത്വവും ഒരു വിനയമൊക്കെ കാണിക്കൂലോ. പൊതുവെ അതിന്റെ അദബുകളൊക്കെ ശ്രദ്ധിച്ച് റബ്ബിനോട് അപേക്ഷിച്ച് കേണപേക്ഷിച്ച് അങ്ങനെയുള്ള ആ ഭാവങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ വെറും ഒരു സാധുവായിരുന്ന് റബ്ബിന്റെ അടിമ എന്ന ബോധത്തോടു കൂടെ ഒക്കെ ചെയ്യും. ദുആ നല്ലോണം ചെയ്യും, നല്ല അദബൊക്കെ ഉണ്ടാവും. റബ്ബ് ഇത് പരിഗണിക്കാൻ വെച്ചിരിക്കുന്ന ആ സന്ദർഭം നമ്മുടെ ദുആക്ക് ശേഷമാണല്ലോ. ആ സന്ദർഭത്തിൽ നമ്മുടെ വായി കിടക്കണ നാക്ക് വെച്ചിട്ട് ആവശ്യമില്ലാത്ത പറഞ്ഞ് ആ ദുആഇന്റെ മഹത്വത്തെ നശിപ്പിക്കലുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം, ലാ യസാലുൽ അബ്ദു ബി ഖൈരിൻ മാ ലം യസ്തഅജിൽ. ഒരു മനുഷ്യൻ നല്ലവനാണ്, അവൻ ദുആ ചെയ്യലോടുകൂടെ അവൻ നന്നാവാണ്. പക്ഷെ ആ നന്മ അവൻ സ്ഥാപിച്ചതിനെ നശിപ്പിച്ചു കളയും അവൻ ധൃതി വെക്കുന്ന നേരത്ത്. എന്താണ് അവൻ ധൃതി വെക്ക? സ്വഹാബി ചോദിച്ചു, നബിയെ എന്ത് ധൃതി വെക്ക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു, ദുആ ചെയ്ത ഉടനെ തന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ മനുഷ്യർക്ക് ക്ഷമയുണ്ടാവില്ല. അവര് പറയും ദഅവതുല്ലാഹ ഫലം യസ്തജിബ്, ദഅവതുല്ലാഹ ഫലം യസ്തജിബ്. ഞാൻ ഒരുപാട് ദുആയിരുന്നു, ഒരുപാട് നിസ്കരിച്ചു, പടച്ചോൻ എന്റെ കണ്ണീര് കാണുന്നില്ല, അള്ളാഹു എന്റെ പ്രയാസം കാണുന്നില്ല, ഞാൻ എന്തിനാ അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യം, ഞാൻ ഒരുപാട് ദുആ ചെയ്തല്ലോ ഒരു ഉത്തരവില്ലല്ലോ, ഞാൻ ദുആ ചെയ്തല്ലോ ഉത്തരവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ റബ്ബ് ഉത്തരം ചെയ്യാത്തത് എന്ന രീതിയിൽ അതിൽ പരോക്ഷമായി റബ്ബിനെ ഒരു കുറ്റപ്പെടുത്തൽ വരുന്നുണ്ട്. ഈ സ്വഭാവം ഉണ്ടാവലോടുകൂടെ ആ മനുഷ്യന്റെ നന്മ ഇല്ലാതെ പോകുന്നു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുആ വലിയ പവറാണ്, അത് വലിയ ഒരു അമലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, രോഗിയായിട്ട് കിടക്കുന്ന ആളുകളെയൊക്കെ കാണാൻ പോവാറുണ്ട്. അല്ലെങ്കിൽ രോഗമുള്ള അവസ്ഥ, ഇപ്പൊ കൊറോണയൊക്കെ വ്യാപകമായി വരുന്ന അവസ്ഥയിൽ, രോഗമുള്ള അവസ്ഥയിൽ നമ്മൾ ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരവുണ്ടെന്നാ. രോഗിയെ കാണാൻ പോകുന്നിടത്ത് രോഗസന്ദർശനത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയം തന്നെ. രോഗസന്ദർശനത്തിന്റെ മര്യാദകളിൽ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗിയോട് അങ്ങോട്ട് പറയണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണോട്ടോ, രോഗിയോട് പറയണം. ചില രോഗികൾക്ക് അറിയില്ലായിരിക്കും രോഗി ദ്വാരെന്ന ഉത്തരവുള്ളത്. എന്നാ രോഗിയോട് പറയണം, നിങ്ങൾ രോഗിയാണ്, രോഗമുള്ള അവസ്ഥയിൽ നിങ്ങൾ ദുആ ചെയ്ത ഉത്തരവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഏതുപോലെ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആ പുതുമോടിയില് മണവാട്ടിക്കും മണവാളനും പുതുമണവാട്ടിക്കും ദുആക്ക് ഉത്തരമുള്ള ഒരു സമയമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വലിയന്റെ ദുആന്റെ ഉത്തരം പോലെ ഇവർക്ക് ഉത്തരം കിട്ടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോരാളി ദുആ ചെയ്താൽ അള്ളാഹു ദുആ തട്ടൂല. അവർക്ക് കിട്ടുന്ന പോലത്തെ ഉത്തരം കിട്ടും. ആർക്ക്? കല്യാണത്തിന്റെ പുതുമോടിയിൽ നിൽക്കുന്ന മണവാട്ടിക്കും മണവാളനും. അന്നത്തെ ദിവസം മാത്രമല്ല, ആ ഒരു പുതുക്കത്തിന്റെ ആ ഒരു കിന്നാരത്തിന്റെയും പുന്നാരത്തിന്റെയും ഒക്കെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അതിന് പിള്ളേര് നിസ്കരിച്ചാൽ തന്നെ വലിയ കാര്യ. നിക്കാഹിന്റെ സദസ്സുകളൊക്കെ കഴിയുമ്പോ പുതിയാപ്പിളയെ ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന സന്ദർഭത്തിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, മോനെ നിക്കാഹൊക്കെ കഴിഞ്ഞു,
പുതിയൊരു ജീവിതത്തിലേക്ക് പോവാ. ഒരു മിനിറ്റ് തികച്ച് കിട്ടില്ല, അപ്പോഴേക്കും സ്റ്റുഡിയോക്കാരും ക്യാമറക്കാരും ഒക്കെ അങ്ങോട്ട് നീങ്ങുക എന്നൊക്കെ പറഞ്ഞ ആ പറയുന്നതിന്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ പറഞ്ഞു കൊടുക്കും. നിന്റെ ദുആക്ക് ഉത്തരമുള്ള സമയമാണ് നിക്കാഹ് കഴിഞ്ഞത് മുതൽക്ക്. ഈ പുതുമോടിയിൽ ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് നീ ഈ വിവരം നിന്റെ ജീവിത പങ്കാളിയോട് പറയണം. രണ്ടാളും ദുആ ചെയ്യണോട്ടോന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാൻ കിട്ടുന്ന സന്ദർഭത്തിൽ ചെറുക്കനോട് പറയാറുണ്ട് മിക്കവാറും ഖതീബുമാര്, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത തെറ്റുകളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന ബോധത്തോടുകൂടെ നിക്കാഹ് കഴിച്ച മുസ്ലിമായ മനുഷ്യന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവനോടൊക്കെ അങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ രോഗിയോട് പറയണം, രോഗിയായിട്ടുള്ള ഇക്കാ നിങ്ങൾക്ക് സുഖോല, പെട്ടെന്ന് മാറും അസുഖം, നല്ല നല്ല വാക്കുകൾ പറയണം, പ്രതീക്ഷ കൊടുക്കണം. ഈ അസുഖം ഇപ്പൊ ഒരാഴ്ച കൊണ്ട് മാറും, പക്ഷെ നല്ലൊരു അവസരം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഈ ഒരാഴ്ച നിങ്ങൾ ദുആ ചെയ്ത ഉത്തരവുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ പറയാവുന്നതാണ്. ഇത് ആരോടും പറയണ്ട. നമുക്കൊരസുഖം വരുമ്പോ നമ്മളിരുന്ന് ദുആ ഇറക്കൽ തുടങ്ങിക്കോ, നമുക്ക് ഉത്തരം ഉണ്ടാകും. ഏതായാലും ഒരു സംഭവം കണ്ടോളൂ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മഹാനാണ്. സയ്യിദു താബിഈൻ എന്ന പദവി പോലും ഇൽമു കൊണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനുണ്ട്. അത്രയും വലിയ ആബിദാണ്, ആലിമാണ് മഹാനായ ഹസൻ ബസ്രി. അത്രയും വലിയ ഫഖീഹാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ മഹാനായ അബൂ ഉസ്മാൻ നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി രോഗിയായി കിടക്കുമ്പോൾ ഒന്ന് കാണാൻ പോയി. വലിയ മഹാനാണ് അബൂ ഉസ്മാൻ നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം രോഗിയാണ്. രോഗിയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അപ്പോൾ മഹാനായ അബൂ ഉസ്മാൻ നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു. ആര് പറഞ്ഞു? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുഅല്ലാഹ ബിദ്ദഅവാത്ത്. അങ്ങ് രോഗിയാണല്ലോ, ഞങ്ങൾ കാണാൻ വന്നതാ. രോഗിയെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം അവിടെ ഇരിക്കാൻ പാടില്ല എന്നാ, പെട്ടെന്ന് പോരണം. രോഗസന്ദർശനത്തിന് എത്തിക്കഴിഞ്ഞാൽ വേഗം പോരണം എന്നാ. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിപ്പോ രോഗമുള്ള അവസ്ഥയായതുകൊണ്ടാണ് ഞങ്ങൾ കാണാൻ വന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ നിങ്ങൾ ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ? പെട്ടെന്ന് ആ മഹാൻ പറഞ്ഞു, എല്ലാവരും ഒന്ന് കൂടിയിരിക്കുക, പെട്ടെന്നൊന്ന് ദുആ ഇറക്കുക. അങ്ങനെ രോഗി ദുആക്ക് നേതൃത്വം കൊടുക്കാണ്. രോഗി ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ആരാണ് രോഗി? മഹാനായ അബൂ ഉസ്മാൻ നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ആണ് രോഗി. മഹാനവറുകൾ ദുആക്ക് ഉത്തരം നൽകുന്നു. ഫഖദ് ബലഗക ഫീ ദുആഇൽ മരീദ് മാ ഖീല ഫീഹി. മഹാനവറുകളോട് പറഞ്ഞു, രോഗിയോട് ദുആക്ക് ഉത്തരമുള്ള കാര്യം അങ്ങേക്കറിയാലോ, വലിയ പണ്ഡിതനാണല്ലോ. എനിക്കറിയാം. എല്ലാരും കൂടിയിരുന്നു. മഹാനായ അബൂ ഉസ്മാൻ നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ദുആ തുടങ്ങി. ദുആ തുടങ്ങുന്നതിന് മുമ്പ് മഹാനവറുകൾ മിൻ കിതാബില്ലാഹി, കുറെ ആയത്തുകൾ, അള്ളാഹുവിന്റെ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ അങ്ങ് ഓതാൻ തുടങ്ങി. കൂടിയിരിക്കുന്നവർ ദുആക്ക് മുമ്പാണ് ആയത്തുകൾ ഓതുന്നത്, ദുആക്ക് മുമ്പാണ്. ദുആ ഇറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നപ്പോൾ ആദ്യം കുറെ ആയത്തുകൾ ഓതി. അപ്പൊ ഞങ്ങളൊക്കെ കൂടെ കുറെ ആയത്തുകൾ ഓതി. ആ ആയത്തുകൾ ഓതിക്കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ പേരിൽ കുറെ സ്വലാത്തും ചൊല്ലി. ഞങ്ങളും ആ സ്വലാത്ത് ഏറ്റു ചൊല്ലി. എന്നിട്ട് മഹാനവറുകൾ കണ്ടോ, ഇപ്പൊ ഖുർആനും കുറച്ച് ഖുർആന്റെ ആയത്തുകൾ, ഒരു ഫാത്തിഹയൊക്കെ എന്തിലും ഓതാം, കുൽഹൂദൊക്കെ ഓതാ, ഒരു 10 സ്വലാത്തൊക്കെ ചൊല്ല, എന്നിട്ട് ദുആ ഇറക്കുക. എന്നിട്ട് മഹാനവറുകൾ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങ് ദുആ ചെയ്തു. ദുആ കഴിഞ്ഞ ശേഷം മഹാനവറുകൾ ഞങ്ങളോട് പറഞ്ഞു, അബ്ശിറൂ, സന്തോഷിച്ചോ, ഫവല്ലാഹി ലഖദ് ഇസ്തജാബ അല്ലാഹു ലക്കും. നമ്മൾ ഇപ്പൊ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിക്കും, ഉറപ്പാ. ആര് പറയാണ്? രോഗിയും മഹാപണ്ഡിതനുമായ അബൂ ഉസ്മാൻ നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആമീൻ പിടിച്ച വലിയ പണ്ഡിതന്മാരോട് പറയാണ്, ഈ ദുആക്ക് ഉറപ്പായിട്ട് അല്ലാഹു ഉത്തരം പെട്ടെന്ന് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി വെക്കാണോ? നിങ്ങൾ വലിയ പ്രതീക്ഷ വെക്കാണോ? നിങ്ങൾ റബ്ബിന്റെ കാര്യത്തിൽ അതിനെ എടുത്ത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഖാല നഅം, എനിക്ക് പറ്റും. യാ ഹസൻ, ലൗ ഹദ്ദസ്തനി بحديث لصدقتك فكيف لا أصدقه وهو يقول ادعوني أستجب لكم. ഹസൻ ബസ്രിയെ, അങ്ങ് എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങയെ വിശ്വസിക്കൂലോ? അങ്ങ് പറഞ്ഞ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കൂലോ? കാരണം അങ്ങ് പറയുന്നത് സത്യമായിരിക്കും. അങ്ങേക്ക് സത്യം മാത്രമേ പറയാൻ പറ്റൂ. അങ്ങ് നല്ലൊരു മനുഷ്യനും മഹാപണ്ഡിതനാ. അങ്ങ് ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കില്ല? തീർച്ചയായും.
അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും. നമുക്കിടയിൽ അങ്ങനെ ഒരു ധാരണയല്ലേ? എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. അത് നമ്മൾ വിശ്വസിക്കണമല്ലോ. ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടത് അവൻ ഉത്തരം നൽകുമെന്നാണ്. അതുകൊണ്ട് മഹാനായ അബൂ ഉസ്മാൻ അൻ-നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉറപ്പിച്ചോ, നമ്മളിപ്പോൾ ചെയ്ത ദുആക്ക് ഉത്തരമുണ്ട്. ഇതൊക്കെ കേട്ട് സന്തോഷിച്ച് ആ രോഗ സന്ദർശനം പൂർണ്ണമാക്കി മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ നിന്ന് മടങ്ങി പോന്നപ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു രോഗിയായ അബൂ ഉസ്മാൻ അൻ-നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നഹു ലഅഫ്ഖഹു മിന്നി, എന്നെക്കാളും കൂടുതൽ ഫിഖ്ഹ് ആ മഹാൻ അറിയാം, അത്രത്തോളം വലിയ പണ്ഡിതനാണ് എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, രോഗം വന്ന അവസ്ഥയിൽ നമ്മൾ ദുആ ചെയ്ത ഉത്തരവുണ്ട്, നമ്മളത് അറിയുന്നില്ല. അതെന്ത് എന്ത് രോഗം വന്നാലും. അപ്പൊ സ്ഥിരം വേദന ഉള്ള സമയത്ത് അങ്ങോട്ട് ദ്വാരക്ക. കാലുവേദന ഉണ്ട്, വേദന അങ്ങോട്ട് കൂടുമ്പോൾ ദ്വാരക്ക. എന്താ ദ്വാരക്കണ്ട? വേദന മാറ്റാൻ മാത്രമല്ല ദ്വാരക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ദ്വാരക്കാനുണ്ട്. അതൊക്കെ അങ്ങോട്ട് ദ്വാരക്ക. അപ്പൊ നമ്മളൊരു വിഷമത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന ദ്വാക്ക് വലിയ ഉത്തരമുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങൾ രാത്രിയൊക്കെ നമ്മൾ മൂത്രമൊഴിക്കാൻ മുട്ടി എണീക്കും, പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി എണീക്കാൻ ഇത്തിരി മടിയാണ്. മൂത്രമൊഴിച്ച് വരുന്ന വഴിക്ക് ഒരു ഒതു കൊടുത്ത് അപ്പൊ തന്നെയാണ് നിസ്കരിച്ചോ. ആ പാതിര സമയമൊക്കെ വലിയ പ്രതീക്ഷ കൊടുക്കേണ്ട സമയങ്ങളാണ്. സുബൈക്ക് ഒരു ഇത്തിരി മുന്നേ എണീറ്റ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സാധ്യമാവും. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ച സുബൈക്കെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും, അങ്ങനെ കുറേശ്ശെ ശീലിച്ചാൽ അത് നമുക്ക് ദായിമായി വരും. ആഗ്രഹമാണ് എല്ലാത്തിനും വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ചോദിച്ചു, അയ്യു സാഅത്തിൻ അദ്ഉക യാ റബ്ബി, അള്ളാഹുവേ ഞാൻ നിന്നോട് ദുആ ചെയ്യാൻ, നീയുമായിട്ടുള്ള അടുപ്പം കൂടുതൽ കിട്ടാൻ, നിന്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. റബ്ബേ, ഞാൻ എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത്? ആരാ ചോദിക്കുന്നത്? മൂസ അലൈഹിസ്സലാം. അള്ളാഹു പറഞ്ഞു, ഓ മൂസാ നബിയേ, അങ്ങ് എപ്പ ചോദിച്ചാലും ഞാൻ അങ്ങേക്ക് ഉത്തരം നൽകും. ഞാൻ അങ്ങയുടെ റബ്ബല്ലേ. ഫമത്താ ദഅൗതനി അസ്തജിബ് ലക, എപ്പ ദുആ ചെയ്താലും ഞാൻ ഉത്തരം നൽകാം. മൂസാ നബി ആവർത്തിച്ചു, മിറാറൻ, പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു, എപ്പോ ചോദിച്ചാലും നീ ഉത്തരം നൽകുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കേണ്ട ഒരു സമയം നീയായിട്ട് പറഞ്ഞതാ അള്ളാഹു മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കാണ്. മൂസാ നബിയെ അങ്ങ് തെരഞ്ഞെടുക്കേണ്ട ഒരു സമയം പല പ്രാവശ്യം ചോദിച്ചപ്പോ അള്ളാഹു പറഞ്ഞു. മഹാനായ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, രാവിന്റെ യാമങ്ങളിൽ, പാതിരാവിലെ, അർദ്ധരാത്രി, മദ്രസ പഠിക്കുന്ന സമയത്ത് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ പ്രായത്തിലൊക്കെ ഒരു അർദ്ധരാത്രി 12 മണി എന്ന് പറയുന്ന കേൾക്കുമ്പോ തന്നെ ഒരു പേടിയാ. കാരണം ആ സമയത്ത് ആ അർദ്ധരാത്രി 12 മണി എന്ന് പറയുമ്പോൾ ഒരു നിശബ്ദത, ഒരു വലിയ ഭയം തന്നിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് രാത്രി 12 മണിക്കാണ് അൽഫാമ റെഡിയാവുള്ളൂ, അല്ലെങ്കിൽ ഷവർമ കിട്ടണമെങ്കിൽ 12 മണിക്ക് ചെല്ലണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി, ആ ഒരു സമയബോധം. എന്നിട്ടോ നമുക്ക് പിന്നെ പാതിരയാവണപ്പോഴാ? രാവിലെ 6 മണി, രാവിലെ 7 മണിക്കൊക്കെ നമുക്ക് പാതിരാവാം. നമുക്കെന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷൻ ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. 9 മണിക്ക് ഉറങ്ങുന്ന മനുഷ്യന്മാർ വളരെ കുറവാണ്. 9 മണിക്ക് ഉറങ്ങുന്ന മനുഷ്യന്മാർ. 10 മണിയുടെയും 8 മണിയുടെയും ചെടി എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി വാങ്ങാൻ കിട്ടും. ചില വീടുകളിലുണ്ട് 10 മണിയുടെ ചെടി, 8 മണിയുടെ ചെടി. ക്ലോക്കൊന്നും അത്ര വ്യാപകമായി ഇല്ലാതിരുന്നൊരു സമയത്ത് ഈ ചെടി വിടരുന്നത് നോക്കിയിട്ട് 10 മണിയും 8 മണിയും ഒക്കെ പഴയ കാലത്തൊക്കെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. മദ്രസ കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴോ ഉമ്മ വിളിച്ചു പറയും. 11 മണിയോടെ എടുക്കുന്ന സമയമാകുമ്പോൾ പറയും, അല്ലെങ്കിൽ 8 മണി, അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വിളിച്ചു പറയും, സമയം ഇന്നതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിഴല് വന്നിട്ട് പറയാം, നിഴല് ഇവിടെ കയറി 12 മണി ആവാറായി എന്നൊക്കെ പറയുന്ന ആ ഒരു കാലം ഉണ്ടല്ലോ. നിഴല് നോക്കിട്ടാ നിഴല് ഇവിടെ എത്തിയല്ലോ എന്ന് പറയുന്നത്. ഇന്ന് ഏത് മക്കൾക്ക് അതൊക്കെ അറിയാം? ഏതായാലും രാവിന്റെ വൈകിയുള്ള നേരം ദുആക്ക് ഇജാബത്തുണ്ട്. മൂസാ നബിയെ, ചുങ്കം പിരിക്കുന്നവൻ പോലും ആ നേരം എന്നോട് ചോദിച്ചാൽ ഞാൻ ആ മനുഷ്യന് ഉത്തരം നൽകും മൂസാ നബിയെ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ദുആക്ക് ഉത്തരമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുക്കുകയാണ്. മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വലിയ മഹദിയാണ്. നമുക്ക് എല്ലാവർക്കും ആ മഹദിയെ കുറിച്ച് അറിയാം. വലിയ ശ്രേഷ്ഠമായ ജീവിതം
ലോകത്ത് കാഴ്ചവെച്ച ബസ്രാക്കാരിയാണ് മഹദി അവറുകള് ഒരുപാട് ഇബാദത്തും അതുപോലെ തന്നെ ജീവിതത്തിൽ സുഹൃദ് ത്യാഗം ദുനിയവിയായ സുഖലോലഭതകൾ മുഴുവനും ഉപേക്ഷിച്ച് ജീവിച്ച ഒരു വലിയ മഹദി. ഏകദേശം 135 വയസ്സായപ്പോഴാണ് വഫാത്തായെന്ന് പറയുന്നത്. അത്രത്തോളം ഇബാദത്ത് കൊണ്ട് ധന്യമായ ഒരു ജീവിതമാണ് റാബിഅ റളിയല്ലാഹു അൻഹയുടേത്. ആര് കണ്ടാലും ദുആ ചെയ്യാൻ പറയും. മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞു മഹദി അവറുകളെ കണ്ടുമുട്ടിയപ്പോൾ. അപ്പൊ മഹദി അവറുകൾ ദുആ ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ മഹദി അവറുകൾ പറഞ്ഞു, യർഹമുക്കല്ലാഹ്, റബ്ബ് നിനക്ക് കരുണ ചെയ്യട്ടെ. അത്ഉല്ലാഹ വദഉഹു, എടോ റബ്ബിനെ വഴിപ്പെട്ട് നീ ജീവിക്ക്. അപ്പൊ ചോദിച്ച ആളുടെ ജീവിതത്തില് കുറച്ചൊക്കെ വഴിപാട് കുറവുള്ള ആളാണ്. അള്ളാഹുവിനെ ഇബാദത്തൊക്കെ ഇത്തിരി കുറവുള്ള, ജീവിതത്തിന് അത്ര വിശുദ്ധിയുള്ള ആളൊന്നുമല്ല. റാബിഅ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോ ദുആ ചെയ്യാൻ പറയാൻ കിട്ടിയ അവസരം അയാൾ ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ അയാൾക്ക് നന്മ നിറഞ്ഞ ജീവിതമൊന്നുമില്ല. അപ്പൊ റാബിഅ റളിയല്ലാഹു അൻഹ അയാൾക്ക് വേണ്ടി ദുആരക്കാന്ന് ഏൽക്കുകയും അതോടൊപ്പം ദുആ ചെയ്യുകയും പിന്നെ അയാളോട് പറഞ്ഞു, നീ ഒന്ന് നന്നായി ജീവിക്കണം, മാത്രവുമല്ല വദഉഹു, നീ റബ്ബിനോട് ദുആ ചെയ്യ്, ഞാനും ചെയ്യാം, നീ ചെയ്യണം. നമ്മൾ ആരെങ്കിലും ആ ഒരു ഉപദേശം തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദുആ ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്ന ആള് പിണങ്ങിപ്പോകും. റാബിഅ റളിയല്ലാഹു അൻഹ അയാളോട് പറഞ്ഞു, നീയും ദുആ ചെയ്യ്. കാരണം എന്തെന്നറിയോ, എന്നോട് നീ ദുആ ചെയ്യാൻ പറഞ്ഞത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നഹു യുജീബുൽ മുദ്തറ, ശരിക്കും ആ ആവശ്യം നടക്കേണ്ട നീ ഒരു ബുദ്ധിമുട്ടുകാരനല്ലേ. ഇപ്പൊ ബുദ്ധിമുട്ടുകാരൻ ചോദിക്കുമ്പോഴാണ് അല്ലാഹു തആല കൂടുതൽ പരിഗണിക്ക എന്ന് റാബിഅ റളിയല്ലാഹു അൻഹ അയാൾക്ക് മറുപടി കൊടുക്കാണ്. ബുദ്ധിമുട്ടുകാരൻ നേരിട്ട് ചോദിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകാരന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിലാണെങ്കിൽ തന്നെ, ഒരു ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു മദ്രസയിൽ ഉസ്താദെ ഇവന് മൂത്രമൊഴിക്കാൻ മുട്ടാണ്, അവന് മൂത്രമൊഴിക്കാൻ പോകണമെന്ന് വേറൊരു കുട്ടി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അധ്യാപകൻ ചോദിക്കൂലേ, മൂത്രമൊഴിക്കണം എന്ന് തോന്നുന്നത് നിനക്കാണോ അതോ അവനാണോ? അപ്പൊ അവൻ ചോദിക്കട്ടെ. അപ്പൊ ബുദ്ധിമുട്ട് ഉള്ള ആള് കുറെ ചോദിക്കണം, അതിന്റെ കൂടെ മറ്റുള്ളവരെ കൊണ്ടും ചോദിപ്പിക്കണം. അല്ലാതെ നേരെ എന്നിട്ട് ഒരു ഉസ്താദിനെ കാണാം അല്ലെങ്കിൽ ഒരു സാലിഹായ മനുഷ്യനെ കാണാം, ദ്വാരക്കണോട്ടെ, നിങ്ങൾ ദ്വാരക്കണം എന്നെ ആവശ്യം, അങ്ങനെ ദ്വാരക്കാൻ പറയുന്നതിന്റെ കൂടെ നമ്മൾ എത്ര പ്രാവശ്യം ദ്വാരുന്നു? അതാണ് ബുദ്ധിമുട്ടുള്ളവൻ ചോദിക്കണം, നേരിട്ട് ചോദിക്കണം. അതിന്റെ കൂടെ തന്നെ മറ്റുള്ളവരോടും പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില സന്ദർഭങ്ങളിൽ ചോദിക്ക പോലും വേണ്ട, നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. മനസ്സിലുള്ളത് അല്ലാഹുക്ക് അറിയാലോ. ഉദാഹരണം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 10 പേജ് ഖുർആൻ ഓതാനിരിക്കുകയാണ്. ഒരു 10 പേജ് ഖുർആൻ ഓതിയിട്ട് ഞാൻ ഇന്ന് ദുആ ചെയ്യും, അങ്ങനെ തീരുമാനിച്ചു. 10 പേജ് ഓതിക്കഴിഞ്ഞപ്പോ അവന് തോന്നാൻ ഒരു 15 അങ്ങോട്ട് ഓതാന്ന്. ഏകദേശം 20 ഓതുമ്പോഴേക്കും ഒരു ജുസ് ആവൂലോ. ഏകദേശം നമ്മുടെ മുസാഫിന്റെ കോല അങ്ങനെയാണ്. ഒരു 20 പേജൊക്കെ ആവുമ്പോഴേക്കും ഒരു ജുസ് ഏകദേശം ആവും. 15 പേജ് ഓതാൻ തീരുമാനിച്ചു. അപ്പോണ്ട് ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തുടർന്ന് ഓതാൻ പറ്റില്ല, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാനുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, ആ 15 പേജ് ഓതി കഴിഞ്ഞപ്പോ പിന്നെ തോന്നി ഒരു 5 പേജും കൂടി ഓതാം. അപ്പൊ പിന്നെ ദ്വാരക്കാൻ നേരമില്ല. അപ്പോൾ നമ്മൾ ദുആ ചെയ്യലല്ല വേണ്ടത്, ആ അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഏത് അമല്? ഖുർആൻ ഓതുന്ന ആ അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ റബ്ബിനോട് ചോദിക്കാനുള്ളതൊക്കെ മനസ്സിൽ കൊണ്ടുവരണം. അത് കരുതിയിട്ട് അങ്ങോട്ട് ഓതാം. കാരണം ആ ഓതൽ അള്ളാഹനെ ഓർക്കലാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നത് കണ്ടോളൂ. മഹാനായ മാലിക് ബിനുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ ശഗലഹു ദിക്രി അം മസ്അലതി, എന്റെ ദിക്ർ എന്റെ ഖുർആൻ, എന്നെ ഓർക്കാൻ കഴിയുന്ന പരിശുദ്ധമായ വചനങ്ങൾ ഒരാൾക്ക് ദുആ ചെയ്യുന്നതിന് സമയം തടസ്സമാക്കുന്നുവെങ്കിൽ അവൻ ദുആ ചെയ്യണ്ട. ദുആ ചെയ്താൽ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ദുആ ചെയ്യാതെ അമൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ അവസ്ഥയിൽ അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം മഹാന്മാർ അറിയിക്കാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സില് നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, നല്ല റാഹത്തിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. 1000 ദിക്ർ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നല്ല സന്തോഷത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ദ്വാരക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ദ്വാരക്കണമെന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ദിക്ർ കുറച്ചും കൂടി ചൊല്ലാൻ അങ്ങ് തീരുമാനിച്ചു. ദ്വാരന്നില്ലും വേണ്ടില്ല, പക്ഷെ ദ്വാരക്കാനുള്ളത് മനസ്സിലുണ്ടായാൽ മതി. അൽ ഖുർആൻ ലിമാ ഖുരിഅ ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഖുർആൻ ഓതുന്നത് എന്തൊരു ഉദ്ദേശം കൊണ്ടാണ് ആ ഉദ്ദേശത്തെ അള്ളാഹു നടത്തി തരുന്നു. അപ്പൊ ഉദ്ദേശത്തിൽ ഉണ്ടാവണം. ഉദ്ദേശത്തിൽ ഉണ്ടാവൽ തന്നെ ഒരു ദുആയാണ്. ഉദ്ദേശത്തെ, അപ്പൊ ദുആ എന്റെ ഒരു വകഭേദമാണത്.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ദിവസം പറയാം. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമല്ലാ, രോഗങ്ങൾ ശിഫയാക്കുകയല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. റബ്ബേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പലതും വസിയ്യത്തായി ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ, അതെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കമന്റിലൂടെ എഴുതി അറിയിച്ചവരും വാട്സാപ്പ് മെസ്സേജ് ചെയ്തവരും അല്ലാതെ നേരിട്ട് പറഞ്ഞവരും വിളിച്ചു പറഞ്ഞവരും എല്ലാ വസിയ്യത്തുകളും റഹ്മാനെ നീ നടത്തി കൊടുക്കണേ അല്ലാ. രോഗം മാറാൻ ഏൽപ്പിച്ചവരുണ്ട്, വീടുണ്ടാവാൻ ഏൽപ്പിച്ചവരുണ്ട്, കടങ്ങൾ മാറാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, രോഗമുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, മക്കളുടെ വിവാഹം മനസ്സിലൊരു വലിയ ചിന്തയായി നടക്കുന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഒരുപാട് ആവശ്യങ്ങൾ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഞങ്ങൾക്ക് നടന്നു കാണേണ്ടതുണ്ട്. നീ തൗഫീഖ് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ഏൽപ്പിച്ചവരെ എണ്ണിപ്പറയലും എഴുതിപ്പറയലും അസാധ്യമാണ്. അത്ര കണ്ട് ഞങ്ങളോട് പറഞ്ഞേൽപ്പിച്ചതുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ അവരുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യം സഫലമാക്കണേ അല്ലാ, സഫലമാക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് അല്ലാ, നിലനിർത്തി തരണേ തമ്പുരാനെ. റബ്ബേ ഹറാമുകളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കല്ലേ അല്ലാ. നീ എന്ന സുഖം ഞങ്ങളുടെ മനസ്സിന്റെ അകത്ത് തരണേ അല്ലാ. നീ എന്ന ലഹരി ഞങ്ങൾക്ക് തരണേ അല്ലാ. നീ എന്ന സന്തോഷം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ എന്ന വിചാരം ഞങ്ങളുടെ മനസ്സിൽ വരണമല്ല. റബ്ബേ മോശമായതും ഹറാമായതും ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും അവസരം വരല്ലേ അല്ലാ. റബ്ബേ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഫർളായവരുണ്ട്, ഉംറ ഫർളായവരുണ്ട്, അതിനായി ആഗ്രഹിക്കുന്നവരുണ്ട്. റബ്ബേ നിർബന്ധമായവർക്കാർക്കും അത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണം വരരുത് തമ്പുരാനെ, നീ കാക്കണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർ ദുആക്ക് വസിയ്യത്ത് ഏൽപ്പിച്ചു, തൗഫീഖ് നൽകണേ അല്ലാ, നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നാര മക്കളുടെ പഠനങ്ങളും ജോലികൾ, ഈ അടുത്ത ദിവസങ്ങളിലായി നടക്കേണ്ട എക്സാമുകൾ, ഒരുപാട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ട എൻട്രൻസിന്റെ ഒരുപാട് എക്സാമുകൾ, PG എക്സാം, ഒരുപാട് എക്സാമുകളുണ്ട്. റബ്ബേ എല്ലാം നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ഫലത്തിലാക്കി കൊടുക്കണേ അല്ലാ, ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിന്ന് മരിച്ചവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ തമ്പുരാനെ. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.